ഇന്ന് ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അതായത് പൊട്ടേറ്റോ റോഗൻ ജോഷ്. അത് ചപ്പാത്തിയുടെയും റൊട്ടിയുടെയും കൂടെ നന്നായിട്ട് പോകുന്ന ഒരു ഡിഷാണ്. അപ്പോൾ എല്ലാവരും ലിസാസ് ഫ്ലേവേഴ്സിൽ കൂടെ ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. ലിസാസ് ഫ്ലേവേഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറഞ്ഞ് ആ നോട്ടിഫിക്കേഷൻ ബെല്ലും ഒന്ന് പ്രസ് ചെയ്യണേ. ഇന്ന് ചപ്പാത്തിക്ക് നെയ്ച്ചോറിനൊക്കെ പറ്റിയ ഒരു വെജിറ്റേറിയൻ ഡിഷാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ഒരു കാശ്മീരി ഡിഷാണ് റോഗൻ ജോഷ്. പൊട്ടേറ്റോ റോഗൻ ജോഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എല്ലാവരും മട്ടൺ വെച്ചിട്ടാണ് റോഗൻ ജോഷ് സാധാരണ ട്രൈ ചെയ്യാറുള്ളത്. ഇതിപ്പം പൊട്ടേറ്റോ വെച്ചിട്ട് വെജിറ്റേറിയൻസിന് പറ്റിയ ഒരു റോഗൻ ജോഷ്. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ 2 പൊട്ടേറ്റോ ചെറുതായിട്ട് ക്യൂബ്സായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് 2 ടേബിൾ സ്പൂണ്, തൈര് 1/2 കപ്പ്, പെരിഞ്ചീരകം 1 ടീസ്പൂണ്, ഗരം മസാലപ്പൊടി 1/4 ടീസ്പൂൺ, കായം 1/4 ടീസ്പൂൺ, ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞതായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ വെച്ചിട്ട് 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കാശ്മീരി ചില്ലി പൗഡർ 1 ടേബിൾ സ്പൂണ്, പിന്നെ ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ, പട്ട പൊടിച്ചത് 1/2 ടീസ്പൂൺ. അപ്പോൾ ഇത്രയും കൊണ്ട് നല്ല ചപ്പാത്തിക്ക് പറ്റിയ നല്ല ഒരു കാശ്മീരി പൊട്ടേറ്റോ റോഗൻ ജോഷ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കണ്ടു നോക്ക്. ഇപ്പോൾ പൊട്ടേറ്റോ റോഗൻ ജോഷ് ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളിത് ഈ പൊട്ടേറ്റോ ഒരു ബൗളിലോട്ട് ആഡ് ചെയ്തു. എന്നിട്ട് അതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. കുറച്ച് നേരത്തേക്കിന് 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ തൈര് ഇതിനകത്തോട്ട് ആഡ് ചെയ്തു. പിന്നെ നമ്മളിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി, പട്ട, കാശ്മീരി ചില്ലി പൗഡർ, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ടിത് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കണം. മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം പൊട്ടേറ്റോ. അപ്പോൾ ഞാനിതിനെ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ മാരിനേറ്റ് ചെയ്ത് 10 മിനിറ്റ് അങ്ങനെ ഒന്ന് എന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് അനുവദിക്കുക. ഇതെല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ. പൊട്ടേറ്റോ റോഗൻ ജോഷ് ഉണ്ടാക്കാനായിട്ട് ഞാൻ നെയ്യ് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് പെരിഞ്ചീരകം 1 ടീസ്പൂൺ പെരിഞ്ചീരകം നന്നായി പൊട്ടി വരുന്നുണ്ട്. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്കിതിനകത്തോട്ട് ആ മാരിനേറ്റ് ചെയ്ത് വെച്ച പൊട്ടേറ്റോ ആ ഗ്രേവിയോടുകൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ഒഴിച്ച് നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ കുക്ക് ചെയ്ത് എടുക്കണം. വെള്ളവുമൊക്കെ ആഡ് ചെയ്തു. ഇനി പൊട്ടറ്റോ ഇതിനകത്ത് കിടന്ന് ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇത് വെന്ത് കഴിയുമ്പോൾ ചാറ് നല്ല കുറുകി വരും. ഇപ്പോൾ ഇതിങ്ങനെ കുറച്ച് നീണ്ടിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് എടുക്കുമായിരിക്കും പൊട്ടറ്റോ വെന്ത് കിട്ടാനായിട്ട്. 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് ചെറിയ മീഡിയം ഹീറ്റിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. പൊട്ടറ്റോ ഒക്കെ വെന്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എപ്പോഴും കുറച്ച് കട്ടിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അത് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് കായപ്പൊടിയും ഗരം മസാലപ്പൊടിയും കൂടെ ആഡ് ചെയ്യാം. അതിനകത്ത് കൂടെ കിടന്ന് വേണം ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴേ ആ കായത്തിൻ്റെ ഫ്ലേവേഴ്സൊക്കെ ആ പൊട്ടറ്റോയുടെ അകത്തോട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഒന്നും കൂടെ മൂടി വെച്ചിട്ട് നമുക്ക് പൊട്ടറ്റോ വേവുന്നവരെ വെയിറ്റ് ചെയ്യാം.
നമ്മുടെ പൊട്ടറ്റോ റോഗൻ ജോഷ് എന്തായാലും ഒന്ന് തുറന്ന് നോക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരണം ഈ ചാറ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. അതായത് ഒരു നുള്ളു പഞ്ചസാര ആഡ് ചെയ്തു. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്നും കൂടെ ഞാനിപ്പോൾ ഇതൊന്ന് ഓഫ് ചെയ്തിട്ടാൽ മതി. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനകത്തോട്ട് മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊട്ടറ്റോ റോഗൻ ജോഷ് റെഡിയാവും. ഇപ്പോൾ എല്ലാവരും ഉപ്പും എരിവൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കുക. ഞാനിപ്പോൾ നോക്കി എല്ലാം കറക്റ്റാണ്. എനിക്കിതിനകത്ത് ഇപ്പോൾ വേറെ ഒന്നും ആഡ് ചെയ്യണ്ട. ഇനിയിപ്പോൾ പഞ്ചസാര ഇട്ടിട്ട് കഴിഞ്ഞിട്ടും കൂടെ ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. ഇനിയിപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് ആ ചാറൊന്ന് വറ്റി വരട്ടെ. ഇപ്പോൾ പൊട്ടറ്റോ റോഗൻ ജോഷിൻ്റെ ഫൈനൽ സ്റ്റേജായി. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് എടുത്തു. ഇനി കുറച്ച് ഞാൻ ഗാർണിഷിന് വെച്ചിട്ടുണ്ട്. ബാക്കി മല്ലിയില ഇപ്പോൾ ഇത്രയും ഇട്ടാൽ മതി. അപ്പോൾ ഇത് പറ്റുന്നവർ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. എളുപ്പമാണ് ഉണ്ടാക്കാൻ. പക്ഷേ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ് ഇതിന്. അതാണ് അതിൻ്റെ രസം. നമ്മുടെ നോർത്ത് ഇന്ത്യൻ ഒരു ടേസ്റ്റൊക്കെ കിട്ടും. അപ്പോൾ എല്ലാ ദിവസവും സെയിം കറി കഴിക്കുന്നതിന് പകരം ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് വെറൈറ്റി ആയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം എന്നെ യൂട്യൂബിൽ കൂടെ തന്നെ അറിയിക്കുക.